ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇന്ന് നമുക്ക് സ്കിൻ വൈറ്റനിങ് റിലേറ്റഡ് ആയ ഒരു വീഡിയോ ആയാലോ. എല്ലാവർക്കും എപ്പോഴും പാർലറിൽ പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് പാർലറിൽ പോകുന്ന അതേ റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് സ്കിൻ ക്ലെൻസ് ചെയ്യാം. അതിന് ഏറ്റവും നല്ലത് പാലാണ്. അത് തിളപ്പിക്കാത്ത പാലാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. സ്കിന്നിലെ അഴുക്ക് മാറാൻ പാല് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ആൻറ്റി ബാക്ടീരിയലാണ് മഞ്ഞൾ. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു കോട്ടൺ തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് മുഖവും കഴുത്തും കൈകളുമെല്ലാം തുടച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ സ്ക്രബാണ് ചെയ്യേണ്ടത്. ഇതിനായി നമ്മൾ പാല് തന്നെയാണ് എടുക്കുന്നത്. അരിപ്പൊടിയും പൊടിച്ച പഞ്ചസാരയുമാണ് നമ്മളിതിന് പാലിനകത്ത് ചേർക്കുന്നത്. ഒരേ അളവിലെടുക്കാം. പഞ്ചസാരയും അരിപ്പൊടിയും നല്ലൊരു സ്ക്രബ്ബറാണ്. അതുമാത്രവുമല്ല, ഡെഡ് സ്കിൻ മാറുന്നതിനും ഇത് വളരെ നല്ലതാണ്. ഇതും മുഖത്തും കഴുത്തും കൈകളിലുമെല്ലാം മൃദുവായി തേക്കണം. എന്നിട്ട് മൃദുവായി വേണം മസാജ് ചെയ്യുവാൻ, അല്ലെങ്കിൽ സ്കിന്നിൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ മൃദുവായി തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് ചെറുതായി തുടച്ചെടുക്കാം. ഇത് സ്കിന്നിലെ മൃദുകോശങ്ങൾ മാറാൻ നന്നായി സഹായിക്കും. ഇനി ഒരു പാക്കാണ് ഇടേണ്ടത്. ഇതിനായി അരിപ്പൊടി, മഞ്ഞൾ, തൈര് എന്നിവയാണ് എടുക്കേണ്ടത്. അരിപ്പൊടി സ്കിൻ വൈറ്റനിങ്ങിന് വളരെ നല്ലതാണ്. തൈരാണെങ്കിലോ സ്കിൻ ടാൻ മാറാനും അതുമാത്രവുമല്ല നല്ലൊരു മോയ്സ്ചറൈസറുമാണ്. മഞ്ഞളിനെ കുറിച്ച് പിന്നെ ഞാൻ പറയണ്ടല്ലോ. സ്കിൻ വൈറ്റനിങ്ങിന് മാത്രമല്ല, സ്കിന്നിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് മഞ്ഞൾ. അരിപ്പൊടിയും മഞ്ഞളും തൈരും നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കാം. അതിനാവശ്യമായ തൈര് നമുക്ക് ചേർക്കാവുന്നതാണ്. മുഖത്തും കഴുത്തിലും കൈകളിലുമെല്ലാം ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിന്നിൽ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും. ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം ഇത് ചെയ്യാം. ഇതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. ഏത് പാക്ക് തന്നെ മുഖത്തിട്ടാലും അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്ത് മുഖത്ത് തേക്കുന്നുവോ അതെല്ലാം കഴുത്തിലും കൈകളിലും കൂടി തേക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.